Hey everyone, welcome back to my channel. ഇന്നത്തേത് ഒരു പ്രൊഡക്റ്റീവ് വ്ലോഗ് ആക്കാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം ഒരു 2-3 ഡേയ്സ് ആയിട്ട് ഫുൾ ഇങ്ങനെ ഫോണിൽ മാത്രം കളിച്ചിട്ട് ടൈം സ്പെൻഡ് ചെയ്യുകയാണ്. 24 hours ഫോൺ നോക്കുക, അല്ലെങ്കിൽ ടി വി നോക്കുക, പിന്നെ ഫുഡ് കഴിക്കുക, പിന്നെ ഇടയ്ക്ക് മാത്രം വൈകിട്ട് ജസ്റ്റ് സുംബ ചെയ്യുക, ഒരു 20 minutes അല്ലെങ്കിൽ 30 minutes. ഇതാണ് ഇപ്പോഴത്തെ എൻ്റെ ഒരു സ്കെഡ്യൂളായിട്ട് പോകുന്നത്. അപ്പം ഞാൻ വിചാരിച്ചു ഇന്ന് എനിക്കാണെങ്കിൽ ജോലിയുണ്ട്, അതായത് എൻ്റെ ഡ്രസ്സൊക്കെ നന്നായിട്ട് ഫോൾഡ് ചെയ്ത് വെക്കാനുണ്ട്, അങ്ങനത്തെ കുറേ പണിയുണ്ട്. എന്നാൽ കൂടെയും ഞാൻ അതൊന്നും ചെയ്യാതെ മടി പിടിച്ചിരിക്കുകയായിരുന്നു. അപ്പം ഞാനിന്ന് വിചാരിച്ചു എനിക്കിന്ന് ഫോൺ അത്ര തന്നെ നോക്കിയിട്ട് നമ്മൾ മടുത്തു. അപ്പം ഞാൻ വിചാരിച്ചു ഇന്ന് ഒരു പ്രൊഡക്റ്റീവ് ഡേ ആക്കാം, ചെയ്യാനുള്ള വർക്കൊക്കെ ചെയ്യാം. ഞാൻ പറഞ്ഞ പോലെ പാഴ്സൽസ് 2 വന്നിരിപ്പുണ്ട്. എൻ്റെ ഡ്രസ്സ് തന്നെയാണ്, ഞാൻ നിന്നെടുത്തു നയിച്ചതാണ് ഇങ്ങോട്ടേക്ക് സ്പീഡ് പോസ്റ്റ് വഴി. അപ്പം അത് നമുക്ക് ഓപ്പൺ ചെയ്യണം. അതൊക്കെ ഫോൾഡ് ചെയ്തിട്ട് എനിക്കിപ്പം തൽക്കാലത്തേക്ക് തന്നിരിക്കുന്ന ഒരു അൽമറ ഉണ്ട്, അതിലേക്ക് നമ്മൾ ഇത് ചെയ്ത് വെക്കണം, സോർട്ട് ചെയ്ത് വെക്കണം. അങ്ങനെ കുറച്ച് പണിയാണ് നമുക്ക് ഉള്ളത്. അപ്പോൾ ഞാൻ വിചാരിച്ചു അത് ഞാൻ വന്നിട്ട് ഇപ്പോൾ ഒരു 10-15 ഡേയ്സ് കഴിഞ്ഞു, എന്നിട്ടും ഇതുവരെ ഞാനത് ഓപ്പൺ ചെയ്തിട്ടില്ല, അതിൻ്റെ ഡ്രസ്സൊന്നും എടുത്തിട്ടില്ല. ഞാൻ ഇവിടെ തന്നെ കിടക്കുന്ന എന്തെങ്കിലുമൊക്കെ ഡ്രസ്സ് തപ്പിപ്പിറക്കിയാണ് ഞാനിപ്പം പുറത്തു പോകുമ്പോൾ ഇട്ടുകൊണ്ട് പോകുന്നത്. അപ്പോൾ അത്രയ്ക്കും മടിയാണെന്ന് നിങ്ങൾ ആലോചിച്ചോണം. അപ്പം ഞാൻ വിചാരിച്ചു ഇനി അങ്ങനെ ഈ ഡേ വേസ്റ്റ് ചെയ്യത്തില്ല, ഞാൻ പ്രൊഡക്റ്റീവായിട്ട് ഇതൊക്കെ ക്ലീൻ ചെയ്യും എന്നാണ് വിചാരിക്കുന്നത്. സോ ഐ തോട്ട് വിൽ ടേക്ക് എ വ്ലോഗ് ആസ് എ പ്രൊഡക്റ്റീവ് ഡേ വ്ലോഗ്. ഒരു 30 years ഇതിൻ്റെ പഴക്കം. അതായത് എൻ്റെ ഉമ്മയുടെ വാപ്പനും കല്യാണം കഴിഞ്ഞിട്ട് ഉമ്മയുടെ വീട്ടിൽ നിന്ന് കൊടുത്തു വിട്ട അൽമറയാണിത്. അതിപ്പോഴും ഇവിടെ ഭദ്രമായി സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട്. ആൻഡ് ഇതിൻ്റെ താഴെ 2 ഇങ്ങനത്തെ ഷെൽഫും അതുപോലെ ഉണ്ട്. അപ്പോൾ ഇതിലിരിക്കുന്നത് എൻ്റെ ഡ്രസ്സാണ് എല്ലാം. ഇത് ഞാൻ ഇവിടെ വെച്ചിട്ട് പോയ ഡ്രസ്സാണ് കേട്ടോ. എല്ലാം അതുപോലെ ആയിട്ടിരിക്കുകയാണ്. നമുക്ക് ഫസ്റ്റ് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഇതിൽ നിന്ന് വേണ്ടാത്തത് സെപ്പറേറ്റ് ചെയ്യണം, ദെൻ ഇതിൽ നിന്ന് വേണ്ടത് തിരിച്ച് ഫോൾഡ് ചെയ്ത് വെക്കണം. ഇതാണ് നമ്മൾ ഫസ്റ്റ് ചെയ്യാൻ പോകുന്ന ജോലി. ഒരു വട്ടം ഞാൻ ഗൂഗിളിൽ പിൻട്രസ്റ്റ് ടൈപ്പ് ഓഫ് ഡ്രസ്സസ് എന്ന് പറഞ്ഞിട്ട് ഷോപ്പിങ്ങിൻ്റെ ഏരിയയിൽ നോക്കിയപ്പോൾ മിന്ത്രയിൽ കണ്ട ഒരു ഡ്രസ്സാണിത്. ഞാൻ ഇതുവരെ ഇട്ടില്ല, ന്യൂ ഡ്രസ്സാണ്, പക്ഷെ അത് കണ്ടപ്പോൾ തന്നെ ഒരു പിൻട്രസ്റ്റ് വൈബ് ഉണ്ട് അല്ലേ. പിന്നെ ഞാൻ കാണിക്കുന്ന 2 മെറ്റീരിയൽ ഞാൻ ഓൺലൈനിൽ നിന്ന് ഓർഡർ ചെയ്ത് മേടിച്ചതാണ്, പക്ഷേ ഇതുവരെ ഞാൻ അതിൻ്റെ ഒന്നും തന്നെ സ്റ്റിച്ച് ചെയ്തിട്ടില്ല. ഈ ഒരു റെഡിൻ്റെതും ഒരു കളർ സ്പ്രെഡ് ചെയ്ത പോലെ ഒരു റെഡ് മെറ്റീരിയലും പിന്നെ ഒരു കോർഡിനേറ്റ് സെറ്റിന് പറ്റിയൊരു മെറ്റീരിയലും, രണ്ടും നല്ല മെറ്റീരിയലുമാണ്. നമ്മൾ പിടിച്ചൊക്കെ നോക്കുമ്പോൾ നല്ല മെറ്റീരിയലുമാണ്. പക്ഷേ ഇതുവരെ ഞാനത് എന്ത് സ്റ്റിച്ച് ചെയ്യണം എന്ന് വിചാരിച്ച് സ്റ്റിച്ച് ചെയ്തിട്ടില്ല. ഇങ്ങനെ ഈ അലമാരിയിൽ ഇരിക്കുകയാണ്. പ്രാവശ്യമെങ്കിലും അത് സ്റ്റിച്ച് ചെയ്തെടുക്കണം എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇതെനിക്ക് ഗിഫ്റ്റ് കിട്ടിയ ഒരു ക്രോപ്പ് ടോപ്പാണ്. ആൻഡ് നെക്സ്റ്റ് കാണിക്കുന്ന ടോപ്പ് ഉണ്ടല്ലോ, അത് ഞാൻ 199 റുപ്പീസിന് ഇപ്പോഴത്തെ ട്രെൻഡ്സ് അല്ല മാക്സിൽ നിന്ന് മേടിച്ച ഒരു ടീഷർട്ട് ഡ്രസ്സാണ്. നമുക്ക് ക്രോപ്പ് ടോപ്പൊക്കെ ആണെങ്കിൽ നമുക്ക് സ്ട്രഗ് ആഡ് ചെയ്യാം. ഇപ്പോൾ കൈയുള്ള ക്രോപ്പ് ടോപ്പ് ആണെങ്കിൽ നമുക്ക് ഇതുപോലത്തെ സ്ലീവ്ലെസ് സ്ട്രഗ് ആഡ് ചെയ്യുമ്പോൾ നമുക്ക് കംഫർട്ടബിൾ ആയിരിക്കും. ആൻഡ് ഇത് ഞാൻ മുംബൈയിൽ സ്ട്രീറ്റിൽ നിന്ന് മേടിച്ചതാണ്. 150 ഒക്കെയാണ് ഇതിൻ്റെ റേറ്റ് വന്നിട്ടുള്ളത്. ആൻഡ് ഇതിൻ്റെ വേറെ ഒരു ബ്ലാക്ക് കളറും ഉണ്ട്, അത് ഞാൻ കാണിക്കുന്നുണ്ട്. ആൻഡ് ഇത് എൻ്റെ ഉമ്മയുടെ ഒരു സാരി മാറ്റിയിട്ട് ഞാൻ സ്റ്റിച്ച് ചെയ്ത് ഒരു ഗൗൺ ആക്കിയതാണ്. അതിൻ്റെ പ്രത്യേകത എന്ന് പറയുമ്പോൾ എൻഡിൽ ഞാൻ നല്ല ഫ്രിൽസ് കൊടുത്തിട്ടുണ്ട്, ഇതുപോലെ നല്ല ഫ്രിൽസ് കൊടുത്തിട്ടുണ്ട്. ഭയങ്കര കംഫർട്ടബിളുമാണ് ഇടാൻ. ആൻഡ് ഇതൊരു ഷൈനിങ് വന്നിട്ടുള്ള ഒരു ഡ്രസ്സാണ്. ഇതൊരു പാർട്ടി വെയർ കൈൻഡ് ഓഫ് ഗൗണാണ്.
പിന്നെ ഒരു ജം സ്യൂട്ട്, ഇത് ഞാൻ അജിയോന്ന് മേടിച്ച ജം സ്യൂട്ടാണ്. അറൗണ്ട് 450 റുപ്പീസാണ് വന്നത്. ഇതിൻ്റെ അകത്തിടാൻ ഒരു ഇന്നറും ഉണ്ട്, കൈയുള്ള ഒരു ഇന്നറും ഉണ്ട്. പിന്നെ നമ്മൾ എപ്പോഴും ജം സ്യൂട്ട് എടുക്കുമ്പോൾ നമ്മുടെ സൈസിനേക്കാൾ ഒരു സൈസ് മുകളിലെടുത്താൽ കുറച്ചുകൂടെ കംഫർട്ടബിൾ ആയിരിക്കും എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഇപ്പം ഞാൻ ലാർജ് ആണ് എടുക്കുന്നതെങ്കിൽ എക്സൽ എടുത്താൽ, അല്ലെങ്കിൽ എക്സൽ ആണ് എടുക്കുന്നതെങ്കിൽ ഡബിൾ എക്സൽ എടുത്താൽ ഒക്കെ കുറച്ചുകൂടെ കംഫർട്ടബിൾ ആയിരിക്കും ജം സ്യൂട്ടിൻ്റെ കേസിൽ. ആൻഡ് ഇത് ഞാൻ മഹാരാഷ്ട്രയിൽ നിന്ന് എടുത്തൊരു ടോപ്പാണ്. അതിൻ്റെ ഫോട്ടോ ഞാൻ സൈഡിൽ കൊടുക്കാം കേട്ടോ. ജീൻസിൻ്റെ കൂടെ പറ്റിയ, പക്ഷേ ചൂടത്ത് പറ്റുന്നതല്ല. ആൻഡ് ഇതെൻ്റെ എൻഗേജ്മെൻറ്റിൻ്റെ സൽവാർ ആയിരുന്നു. ഈ ഒരു കളറ് ഞാൻ അങ്ങനെ എൻ്റെ കയ്യിലില്ലാത്തൊരു കളറായതുകൊണ്ട് ഞാൻ എടുത്ത ഒരു കളറാണിത്. ആൻഡ് ഇത് ഞാൻ സുറുമ എന്ന് പറഞ്ഞൊരു ബൊട്ടീക്കിൽ നിന്ന് എടുത്തതാണ്. 5000 റുപ്പീസാണ് ഇതിൻ്റെ മെറ്റീരിയലിന് എനിക്കായത്. പിന്നെ നമ്മളതെടുത്ത് സ്റ്റിച്ച് ചെയ്യുമായിരുന്നു. ആൻഡ് നല്ല വർക്ക് നെക്കിലും ഉണ്ട്, അതുപോലെ നല്ല വർക്ക് നമ്മുടെ സൽവാറിൻ്റെ ഷാളിലും ഉണ്ട്. അത്യാവശ്യം നല്ല ഹെവി വർക്ക് തന്നെ ഷാളിലും ഉണ്ട്. ആൻഡ് നല്ല ക്വാളിറ്റി വർക്കും ആയിരുന്നു. പിന്നെ നമ്മൾ അവിടെ തന്നെ അത് സ്റ്റിച്ച് ചെയ്യുകയും ചെയ്തു. ആൻഡ് ഇതിൻ്റെ ഷാളിനാണ് ഏറ്റവും ഭംഗിയെന്ന് എനിക്ക് എപ്പോഴും തോന്നാറുണ്ട്. ഈ വട്ടം മാക്സിൽ പോയപ്പോൾ 1-2 ടീഷർട്ട് ഞാൻ എടുത്തു. ആൻഡ് ഇത് 399 ആയിരുന്നു. അതുപോലെ 299, 199. അവിടെ അത്യാവശ്യം നമ്മൾ നോക്കണം നല്ലപോലെ. അപ്പോൾ നല്ല ഇടയ്ക്ക് കാണാൻ ഭംഗിയുള്ള ടീഷർട്ട്സ് ഉണ്ടാവും. ആൻഡ് ഇത് നമുക്ക് സ്വെറ്റേഴ്സായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. ആൻഡ് ഈ ജം സ്യൂട്ട് ഞാൻ മേടിച്ചത് നമ്മുടെ മീഷോയിൽ നിന്നാണ്. അതിൽ നിങ്ങളുടെ ഇതിൻ്റെ ഒരു ഇതെന്ന് പറഞ്ഞാൽ നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ കൈയില്ല. പിന്നെ ഈ വയറിൻ്റെ ഭാഗത്ത് ലൈക്ക് അത് അങ്ങനെ ഇടാൻ കംഫർട്ടബിൾ ആയവർക്ക് കുഴപ്പമില്ല. ഞാൻ അതിൻ്റെ അകത്തേക്ക് നമുക്കിതിന് ചേരുന്ന ഒരു ടോപ്പ് യൂഷ്വലി ഇട്ടിട്ടാണ് ഇതാണ് ഈ ഫോട്ടോയിൽ കാണുന്ന പോലെ ടോപ്പ് യൂഷ്വലി ഇട്ടിട്ടാണ് ഇടാറ്. അപ്പോൾ ഈ വയറിൻ്റെ ഭാഗം നമ്മുടെ കാണില്ല, പക്ഷെ നല്ല കംഫർട്ടബിൾ. ഇത് നമ്മുടെ മുംബൈ ഷ്രഗാണ്. ഫസ്റ്റായിട്ടുള്ള ഒരു പണിയുണ്ടായിരുന്നു, ഇതിലുള്ള എൻ്റെ പഴയ ഡ്രസ്സസൊക്കെ എടുത്ത് വൃത്തിയാക്കി വെക്കുക എന്നുള്ളത്. അത് നമ്മൾ ചെയ്തു കഴിഞ്ഞു കേട്ടോ. അപ്പോൾ ഞാൻ ഓർഗനൈസ് ചെയ്യുന്നത് ഇങ്ങനെയാണ്, എനിക്ക് എളുപ്പം എടുക്കാൻ വേണ്ടി. ഇതിങ്ങനെ 2 പാർട്ടി ചുരിദാറുകൾ, ഈ സെക്ഷൻ മൊത്തം നമ്മൾ ജീൻസിനും സ്കേർട്ടിനും ഇടാൻ പറ്റുന്ന ടോപ്പ് വെക്കും. ഇതിൽ ഗൗണ് വെച്ചിട്ടുണ്ട്. അതുപോലെ ഈ സൈഡ് ഫുള്ള് സ്കേർട്ട്, ഈ സൈഡ് ഫുള്ള് ജീൻസും പാൻറ്റും. പിന്നെ ഇതെന്ന് പറഞ്ഞാൽ സ്ട്രഗ്, വലിയ സ്ട്രഗൊക്കെ. ഇത് 2 മെറ്റീരിയൽ. ഇത് ജം സ്യൂട്ടിൻ്റെ ഏരിയയിൽ വെച്ചേക്കുക. ഇത് കുറച്ച് പാർട്ടി ആയിട്ടുള്ള ഗൗണ്. താഴെ നമ്മുടെ സ്വെറ്റേഴ്സും ഒക്കെ, ഇഫ് നമ്മൾ ട്രിപ്പൊക്കെ പോവുകയാണെങ്കിലുള്ള സ്വെറ്റേഴ്സ് ഇങ്ങനെ. അതാകുമ്പോൾ നമുക്ക് പെട്ടെന്ന് വെളിയിൽ പോകുമ്പോൾ ഓക്കെ ജീൻസും ടോപ്പുമാണ് ഇടാൻ ഫിക്സ് ചെയ്താൽ ഇവിടുന്ന് ഒരു ജീൻസും എടുക്കാം, ഇവിടുന്ന് ഒരു ടോപ്പും എടുക്കാം. മറ്റേ കിടന്ന് തപ്പണ്ട. നിങ്ങളെങ്ങനെയാണ് ഓർഗനൈസ് ചെയ്യുക എന്നുള്ളത് കമൻറ്റ് ചെയ്യണം കേട്ടോ. ഞാൻ എപ്പോഴും ഇങ്ങനെയാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ചുരിദാറിൻ്റെ 3 പീസ്, അതായത് പാൻറ്റും നമ്മുടെ ഷാളും ടോപ്പും ഒരുമിച്ചേ വെക്കാറുള്ളൂ എപ്പോഴും. അല്ലെങ്കിൽ എനിക്ക് പലയിടത്ത് കിടന്ന് തപ്പാൻ വയ്യ. അതുപോലെ ഇപ്പം ഒരു കല്യാണത്തിന് പോവുകയാണെങ്കിൽ ഈ സൈഡ് നോക്കിയാൽ മതി, ഒരു പാർട്ടി ഗൗൺ അല്ലെങ്കിൽ പാർട്ടി ചുരിദാർ. അങ്ങനെ നമുക്ക് അവിടെ പെട്ടെന്ന് ടൈം ലാഭിക്കാം. ഇനി നെക്സ്റ്റ് ഉള്ള പരിപാടിയാണ് അതാ ഈ ഇരിക്കുന്ന കണ്ടല്ലേ, ഈ 2-3 പെട്ടിയിൽ 2 എൻ്റെയാണ്. അതിലുള്ള ഡ്രസ്സ് നമുക്ക് എടുക്കണം. അതുപോലെ ഈ ഒരു ബോക്സിലെയും ഡ്രസ്സ് ഓർഗനൈസ് ചെയ്യാം. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ചെയ്യുന്നത് ഈ ഒരു ബോക്സിലെ അല്ല, ഈ ഒരു ബാഗിൽ ഡ്രസ്സ് ഓർഗനൈസ് ചെയ്യണം. ഓക്കെ, സാരിയാണ് കേട്ടോ. റെഡിമെയ്ഡ് സാരിയും ബ്ലൗസും. ഇതിൻ്റെ പിക്ചർ എൻ്റെ ഉണ്ടെങ്കിൽ ഞാനിതിൽ കൊടുക്കാം. ആൻഡ് 1200 സംതിങ് ആണ് ആയത്. റെഡിമെയ്ഡ് ബ്ലൗസും ആണ്, അതുപോലെ സാരിയും. എനിക്ക് ആ ടൈമിൽ അത് നല്ലതായിട്ട് ഒരു നമ്മുടെ ഇങ്ങനെ അരഭാഗത്ത് കെട്ടുന്ന ഒരു ഇതുമുണ്ട്, ഒരു ടൈയും ഉണ്ട്, ഒരു ബെൽറ്റും ഉണ്ട്. ഇതാണ് അതിൻ്റെ ബ്ലൗസ് വരുന്നത്. 1200 1300 സംതിങ്ങിന് ഞാൻ മഹാരാഷ്ട്രയിൽ നിന്ന് മേടിച്ച ഒരു ഇതാണ്. അറ്റാച്ച്ഡ് സാരിയും റെഡിമെയ്ഡ് സാരി ആൻഡ് ബ്ലൗസ്. എൻ്റെ സാരി ഇതിൻ്റെ സെയിം തന്നെ എൻ്റെ ഫ്രണ്ട് എടുത്തത് ഒരു ഓറഞ്ച് അല്ല, ഒണിയൻ പീൽ കളർ, ഞാനൊരു പിസ്ത ഗ്രീൻ കളറും. ഇതാണ് വരുന്നത്. ഫുൾ നെറ്റാണ്, വേറെ പ്രിൻ്റ് ഒന്നുമില്ല, ഫുൾ നെറ്റായിട്ടുള്ള ഒരു സാരി. മെജോറിറ്റി നമുക്ക് കാണാൻ പറ്റുന്ന ഞാൻ അവിടെ നിന്ന് മേടിച്ച ഡ്രസ്സസ് ആയിരിക്കും കേട്ടോ. ഇതിൻ്റെ ബെൽറ്റാണ്. പിന്നെ ഞാൻ നമ്മൾ ഒരു പെരുന്നാൾ അവിടെ ഉണ്ടായിരുന്നു. എൻ്റെ ഓർമ്മയിലാണെങ്കിൽ ഒരു പെരുന്നാളാണ് നമ്മൾ അവിടെ സെലിബ്രേറ്റ് ചെയ്തത്, ആരും ഉണ്ടായിരുന്നില്ല കൂടെ. അപ്പോൾ ഞാൻ അവിടെ നിന്ന് എടുത്ത ഒരു ഷറാറ ടൈപ്പ് ഡ്രസ്സാണ് ഈ ഒരു കളറ്. ഇതിൻ്റെ എൻഡിൽ വന്നിട്ട് ഇങ്ങനെ ഇതിൻ്റെ ഫോട്ടോ ഉണ്ടെങ്കിലും ഞാൻ സൈഡിൽ കൊടുക്കാം.
ഈ ഒരു പാൻസ് ആണിത്. അതിൻ്റെ എൻഡിൽ അത്യാവശ്യം നല്ല വർക്ക് ഉണ്ട്. ആൻഡ് അതിൻ്റെ ടോപ്പ് വരുന്നത് ഇങ്ങനെ, ഇതാണ് അതിൻ്റെ ടോപ്പ്. നെക്കുണ്ട്, കൈ ഇങ്ങനെ ഒരു ഫ്ലെയർ ഹാൻഡാണ്. എന്നിട്ട് ഇങ്ങനെ ഇവിടെ ഇങ്ങനെ ഒരു കട്ടിങ് ഉണ്ട്. ഈ ഒരു വയറിൻ്റെ താഴെ ഭാഗത്ത് ഒരു കട്ടിങ് ഉണ്ട്. നല്ലൊരു ഭംഗി. ഉമ്മിക്ക് ഗിഫ്റ്റ് കൊടുത്ത ഒരു ചുരിദാർ പീസാണ് കേട്ടോ. റെഡിമെയ്ഡ് ചുരിദാറാണ്. ബട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് ഞാനത് എടുത്തു. ആൻഡ് ഭയങ്കര ലവ്ലി ആയിട്ടുള്ള ഒരു ചുരിദാറാണ്. ഈ ഒരു കളർ. നെക്കിൽ ഇങ്ങനെ ഒരു ഡ്രോപ്പ് വന്നിട്ടുണ്ട്. ഇതിൻ്റെ ഫോട്ടോയും ഞാൻ സൈഡിൽ കൊടുക്കാം. ഇങ്ങനെ വന്നിട്ട് എൻഡിലാണ് ഇതിൻ്റെ പ്രത്യേകത. ഇങ്ങനെ കയറി ഇറങ്ങിയാണ്. എന്നിട്ട് ഇവിടെ ഇങ്ങനെ നമ്മുടെ ടാസിൽസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. കയറി ഇറങ്ങിയാണ്. ഫ്രണ്ടിൽ കുറച്ച് കയറിയിട്ട് ബാക്കിൽ കുറച്ച് ഇറങ്ങിയിട്ട്. ഇതിൻ്റെ ഷാളും അടിപൊളി ഷാളാണ്. ഇതാണ്ട് ഫുൾ ഇങ്ങനെ ഒരു പ്രിൻ്റ് വന്ന ഷാളാണ്. ഇതും അവിടുത്തെ ഡ്രസ്സാണ്. പ്രിൻ്റ് വന്ന ഷോളാണ്. ആൻഡ് ഇതാണ് പാൻറ്റ് വരുന്നത് ഒരു നമ്മുടെ നോർമൽ കട്ട് പാൻസ് അല്ലേ, അതാണ് പാൻറ്റ്. എലാസ്റ്റിക് വെച്ചിട്ടുള്ള ഒരു നോർമൽ കട്ട്. മിന്ത്രയിൽ നിന്ന് മേടിച്ചൊരു ഡ്രസ്സാണ് കേട്ടോ. ബർത്ത്ഡേക്ക് ഇടാൻ കഴിഞ്ഞ വർഷമാണ്. ആൻഡ് ഇതിൻ്റെ ഫോട്ടോ ഇതൊരു വൺ സൈഡ് ഇങ്ങനെ സ്ലിറ്റ് ഉണ്ട്. അത് നമ്മൾ അടിയിൽ പാൻറ്റ് ഇടും. പിന്നെ ഇവിടെ കൈയില്ല, അപ്പോൾ നമ്മൾ ജാക്കറ്റ് ഇട്ട് അഡ്ജസ്റ്റ് ചെയ്യും. സൈഡ് സിബൊക്കെ ഉണ്ട്. ഒരു വെറൈറ്റിയുടെ സാധനമാണ്. വെക്കേഷന് ഞാൻ അവിടെ നിന്ന് മേടിച്ചൊരു ഗൗണുണ്ട്. 1500 റേഞ്ചിൽ വരുന്ന ഒരു ആലിയ കട്ടിൻ്റെ ഒരു ഗൗൺ. ഈ ഒരു ഫ്ലോറൽ. ഇത് എൻ്റെ കോൺവെക്കേഷന് ഞാൻ ഇട്ടതാണ് കേട്ടോ. ഫുൾ കൈയാണ് വരുന്നത്. ആൻഡ് ഇങ്ങനെ ഒരു ഫ്ലോറൽ പ്രിൻ്റ്. ഈ ഒരു ആലിയ കട്ട് വന്നിട്ട് പിന്നെ ഫുൾ ഇങ്ങനെ ലെങ്ത്. ഇത് നമ്മൾ ക്ലിയർ ചെയ്തിട്ടുണ്ട്. ഇതിൽ പിന്നെ എൻ്റെ ഫയൽസും ഫോട്ടോസും ഒക്കെയാണ്. അപ്പോൾ ഇത് ഇങ്ങനെ തന്നെ നമുക്ക് ക്ലോസ് ചെയ്ത് വെക്കാം. ഭാഗത്തൊക്കെ വേറെ നമുക്ക് വെക്കാൻ സ്ഥലമില്ലാത്തത് കുറച്ച് ടൈറ്റായിട്ടിരിക്കും. അപ്പോൾ ഇറ്റ്സ് ഓക്കെ. എന്തായാലും ഇതിൽ നിന്ന് നമ്മൾ ചേഞ്ച് ചെയ്യണം. ഡ്രസ്സൊക്കെ ഇതിൽ നിന്ന് നമ്മൾ വേറൊരു അൽമറയിലോട്ട് മാറ്റും ഒരു 1 വീക്കിനുള്ളിൽ. അപ്പോൾ ജസ്റ്റ് നമ്മൾ ഇതൊക്കെ ഈ ബോക്സസ് ഒക്കെ ഓർഗനൈസ് ചെയ്തു. അങ്ങനെ നമ്മൾ 10-15 ദിവസമായിട്ട് വിചാരിച്ചൊരു കാര്യമാണ് ഇന്ന് ചെയ്ത് കംപ്ലീറ്റ് ചെയ്തത്. യെസ്, ഇറ്റ് ഈസ് എ പ്രൊഡക്റ്റീവ് വ്ലോഗ്. I hope you guys enjoyed the vlog. I hope you guys enjoyed the dresses that I shown. ഇപ്പോൾ കാണിച്ചതൊക്കെ എൻ്റെ കയ്യിലുള്ളതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടം ഉള്ള ഡ്രസ്സസ് ഒക്കെയാണ്. അതിൻ്റെ പിക്ചേഴ്സൊക്കെ ഞാൻ ആഡ് ചെയ്യാം. ആൻഡ് പെട്ടെന്ന് തന്നെ കെച്ച് ആപ്പിൽ ഒരു ട്രൈ ഓൺ ഹോൾ ഞാൻ ചെയ്യുന്നതായിരിക്കും. ഒരു 3 ഡ്രസ്സ് ഞാൻ ഓർഡർ ചെയ്തത് വരാനുണ്ട്. 2 ജീൻസ് ഒക്കെയാണ്. അത് ഭയങ്കര റീസണബിൾ റേറ്റിലുള്ളതാണ്. ലൈക്ക് 456 ഉള്ള ഫ്ലെയർഡ് ജീൻസ് ഒക്കെയാണ്. ആൻഡ് 300 ടോപ്സ് ഒക്കെയാണ്. ആൻഡ് എനിക്ക് ഉറപ്പാണ് നിങ്ങൾക്കത് ഡെഫിനറ്റ്ലി ഇഷ്ടപ്പെടും. ആൻഡ് സോ വാച്ചിങ് ദാറ്റ്, ഡോണ്ട് ഫോർഗെറ്റ് ടു സബ്സ്ക്രൈബ്. See you on my next video. Bye.